രുചിക്കൂട്ട്. കേക്കുകളൊക്കെ ഇന്ന് ധാരാളമായിട്ട് എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പക്ഷേ ബിസ്ക്കറ്റും കുക്കീസും അത്ര തന്നെ അങ്ങ് പരീക്ഷണ വിധേയമാകുന്നുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ കേക്കിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇവ. അവനുണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു ദോശക്കല്ല് പോലെയുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ പാനിലോ ഒക്കെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കേക്കിനെ അപേക്ഷിച്ച് ചിലവ് കുറവുമാണ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസ് ഉണ്ടാക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാനിന്ന് പറഞ്ഞു തരാം. 1/2 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാമോളം വെണ്ണ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗറും ചേർക്കാം. പഞ്ചസാരയാണെങ്കിൽ കുറച്ച് കട്ടി ആയിട്ട് കിട്ടും. ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. 1 കപ്പ് മൈദ, അതാണ് ഇനി വേണ്ടത്. പിന്നെ മുട്ട വേണമെങ്കിൽ ചേർക്കാം. മുട്ട ചേർത്താലും ഒരിത്തിരി സോഫ്റ്റായിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. മുട്ട ചേർക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉപ്പാണ്. അതും ഈ ഒരു മൈദയുടെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മൈദയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞു വയ്ക്കുക. സാധാരണ കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീമാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി അരിച്ച് വെച്ചത് ചേർക്കാം. ഇനി നമ്മൾ രുചിക്ക് വേണ്ടിയിട്ട് തൂൾ തേങ്ങ എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നതാണ്. അതായത് ചിരവിയ തേങ്ങ പോലെയുള്ള ജലാംശം നീക്കിയ അവസ്ഥയിലുള്ള തേങ്ങയാണ് തൂൾ തേങ്ങ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മിഠായിയുടെ പുറത്തും പൊതിഞ്ഞ് നമ്മൾ കാണാറുള്ള ആ ഒരു കോട്ടിംഗ് കൊടുക്കുന്ന പോലെ കാണുന്ന അതാണ് തൂൾ തേങ്ങ എന്ന് പറയുന്നത്. ഇത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നല്ലൊരു സംരംഭമാണ്. ഇത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായങ്ങൾ കോക്കനട്ട് ബോർഡൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക സഹായവും അവിടുന്ന് ലഭിക്കാവുന്നതാണ്. ഈ തൂൾ തേങ്ങ വ്യാവസായിക അടിസ്ഥാനത്തിൽ വീട്ടമ്മമാർക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വളരെയധികം ഉപകരണങ്ങളൊന്നും ഇതിനാവശ്യമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ഡിമാൻഡുമുണ്ട്. ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള മധുര പലഹാരങ്ങളിലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് അഥവാ തൂൾ തേങ്ങ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച ആ ഒരു മിക്സ് നമുക്കൊരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വന്ന് തണുക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ട്രേയിൽ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാർച്ച്മെൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഒന്ന് നിരത്തി വയ്ക്കാം. ബിസ്ക്കറ്റ് ഇളകി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ വയ്ക്കുമ്പം കുറച്ച് സ്പേസ് ഇട്ട് വേണം വയ്ക്കാൻ. അതായത് അതൊന്ന് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത്തിരി ഒന്ന് വലുതാകും. അതുകൊണ്ട് തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടി ഇത്തിരി അകലം വിട്ട് വെക്കണം. അപ്പം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് ഈ ഒരു ട്രേയിലേക്ക് നിരത്തി വയ്ക്കാം. അതിനുശേഷം 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. അരികുകളൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെയാണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒന്ന് തണുത്തതിന് ശേഷം ടിന്നിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ മൈദയ്ക്ക് പകരം ഒരു 1/3 ഭാഗം ഏതെങ്കിലും മില്ലറ്റ് ചെറുധാന്യങ്ങൾ അത് ചേർക്കാം. അതിന് പകരം ഒരു പകുതി വീതം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇതൊക്കെ ഒരു ഹെൽത്തി ഓപ്ഷൻസ് ആണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സുകൾ, വൈറ്റോ അതുപോലെ ഡാർക്കോ മീഡിയം ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബേസിക് മിക്സിൻ്റെ കൂടെ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള കുക്കീസ് ഉണ്ടാക്കാം. ക്രിസ്മസ് ടൈം ആണല്ലോ, നമ്മൾ ഏതായാലും ബേക്കിങ്ങിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന സമയമാണ്. കുറച്ച് ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ കുക്കീസും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.